ഹലോ എവ്രിവൺ. അപ്പൊ നമ്മൾ ഇന്നുള്ളത് വയനാട് കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വരാനുള്ള കാരണം നമ്മുടെ ഐക്കോഫ് ഉപയോഗിച്ച് നല്ല മാറ്റം കിട്ടിയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താനാണ്. ഐക്കോഫ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഈ മാഡത്തിന്റെ പേരെന്ന് പറയാമോ? എന്റെ പേര് സുനീറ. കമ്പളക്കാട് വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. എനിക്ക് ഷുഗർ വന്നിട്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ ഉള്ള ഷുഗറാണ്. ഷുഗർ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ ഫോണിലൊരു പോസ്റ്റർ ഉണ്ട്, ഐക്കോഫിനെ കുറിച്ചൊരു പോസ്റ്റർ കണ്ടിട്ട് അങ്ങനെ വാങ്ങി ഉപയോഗിക്കാന്നുള്ള ആ ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ നിന്നത്. ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിന് കാഴ്ച പാടെ പോയിരുന്നു. കണ്ണിന് കാഴ്ച പാടെ പോയിരുന്നു. തീരെ ഇല്ലാത്ത കോലത്തിലാണ്. പക്ഷെ പുറത്തൊന്നും ഇറങ്ങാൻ ഞാൻ കുഴപ്പമില്ല. ഖുർആൻ ഓതാന് അങ്ങനെയുള്ള ബുക്കുകളൊക്കെ നോക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നു. വായിക്കാനാണ് പറ്റാതെ ആയത്. അല്ലാതെ പുറത്തൊന്നും ഇറങ്ങിയ ആൾക്കാരെ കാണുന്നതിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുത്ത് വന്നാൽ എനിക്ക് കാണൂല. കുറെ വിട്ടിട്ടുള്ള കാഴ്ചയിൽ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ടാ പോകുന്നത്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്താണ് അതുകൊണ്ട്. പിന്നെ പോരാത്തത് കയ്യിലും കാലിലൊക്കെ കറുപ്പ് വന്ന് ഡിസ്കിന് കംപ്ലൈന്റ് വന്ന് എല്ലാം ആ ഒരു സമയത്ത് എനിക്ക് ഷുഗർ ഉള്ള സമയത്ത് വന്ന് അങ്ങനെ ഐക്കോഫിനെ കുറിച്ച് അറിഞ്ഞ് നൗഷിത എന്ന് പറഞ്ഞ ഒരാളെ കയ്യിൽ നിന്ന് ഐക്കോഫി വാങ്ങി ഞങ്ങൾ ഉപയോഗിച്ച് അതിൽ എനിക്ക് കണ്ണിനാണ് ഫസ്റ്റ് എനിക്ക് മാറ്റം കണ്ടത്. ആ ഒരു മൂടൽ എനിക്കങ്ങ് പോയി കണ്ണിന്. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ ക്ഷീണവും അങ്ങ് പോയി. കണ്ണിന്റെ കാഴ്ച കിട്ടിയത് മെയിനായിട്ട് എനിക്ക് പറയാനാണ്. എന്താ വെച്ചാൽ കണ്ണിന് അത്രക്ക് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് അത് വാങ്ങി ഉപയോഗിച്ചത്. പിന്നെ കയ്യിലും കാലിലും വന്ന കറുപ്പ് കയ്യത്തൊക്കെ പോയി. കാലിന് ഒരു സൈഡിലായിട്ട് ഇപ്പോഴും ഉണ്ട് എനിക്ക്. എന്നാലും ബുദ്ധിമുട്ടില്ലാതെ വലിയ പ്രശ്നമില്ല. മെഡിസിൻ ഞാന് 3 തരം ഗുളിക 3 നേരം കഴിച്ചിരുന്നു. ഇപ്പൊ 2 തരം ഗുളിക 2 നേരം പകുതി കഴിച്ചു. അങ്ങനെ കുറെ മുന്നേ കുറച്ചിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായി നിന്ന സമയത്ത് ഒന്നും കൂടെ പോയി കാണിച്ചപ്പോ ഡോക്ടർ ഗുളിക വീണ്ടും തന്നു. ഗവൺമെന്റ് ആയതുകൊണ്ട് ഗുളിക എപ്പോഴും തരുന്നോണ്ടേയിരിക്കും, മാസം തന്നോണ്ടേയിരിക്കും. ഇപ്പൊ പകുതി ആക്കി തന്നു. കുറച്ച് ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നത്തിന് തരുന്ന ഗുളിക ഒന്നും എനിക്ക് തരുന്നില്ല. കാൽസ്യത്തിനും ഈ ഷുഗറിനും മാത്രമുള്ള ഗുളിക തരുന്നുള്ളൂ. ഈ ഗുളിക ഒരു ഇത്ര കെട്ട് ഗുളിക ഉണ്ടാവും. അതൊന്നും ഇപ്പം ഇത് മാത്രം. ഐക്കോഫി ഇപ്പം എങ്ങനെയാ കഴിക്കുന്നത്? ഇപ്പോഴും കഴിക്കുന്നത്. ഇപ്പൊ ഐക്കോഫി ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ട് 2 നേരമായിട്ട് ഒരു പാക്കറ്റ് ആദ്യം ഒരു പാക്കറ്റ് രാവിലെ വൈകുന്നേരം ഒരു പാക്കറ്റ് രാവിലെ കഴിക്കും, ഒരു പാക്കറ്റ് വൈകുന്നേരം കഴിക്കും. ഇപ്പൊ അത് ഒന്നാക്കി മാറ്റി. ഇപ്പൊ ഐക്കോഫി ഉപയോഗിച്ചിട്ട് അടിപൊളിയാണ്. കണ്ണിന്റെ മാറ്റം വന്നത് തന്നെയാണ് ഏറ്റവും വലിയ അടിപൊളി. എന്നുവെച്ചാൽ അത്രയും പ്രശ്നം വന്ന് കണ്ണിന് കാഴ്ച അത്രയും ചെറുപ്രായത്തിൽ ഷുഗർ വന്ന സമയം നോക്കുകയാണെങ്കിൽ എനിക്കൊരു 39 വയസ്സിൽ വന്നിട്ടുണ്ടാവും. 5 വർഷം കഴിഞ്ഞു പോയി. അപ്പൊ അത്രയും ആ ഒരു ചെറുപ്പത്തിൽ വന്ന ആ ഒരു ഷുഗറിന്റെ പ്രശ്നം ഇപ്പൊ ഈ ഐക്കോഫി കഴിച്ചത് കൊണ്ട് ഐക്കോഫി അടിപൊളി അതല്ലേ പറയാം. ഇപ്പൊ ഞാന് ഈ കാലും ഒക്കെ വേദന വരുമ്പോൾ ഞാൻ എടുത്തിട്ട് ഐക്കോഫിയാ കഴിക്കും. അങ്ങനെ എനിക്കത് കഴിച്ച് നല്ലൊരു മാറ്റം വന്നപ്പോ പെട്ടെന്നാണ് എന്റെ ഉമ്മക്ക് തൈറോയ്ഡ് ബാധിച്ചിട്ട് ഷുഗർ വന്നത്. തൈറോയിഡിന്റെ ഗുളിക കഴിച്ചുകൊണ്ട് നിന്നപ്പോഴും ഷുഗർ വന്നു. ആ ഓപ്പറേഷൻ കൂടെ കഴിഞ്ഞപ്പോ ഉമ്മനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ദിവസം 4 ദിവസം അവിടെ കിടത്തി. ഒരു ഗ്ലൂക്കോസ് ഏറ്റവും രക്തമൊക്കെ പരിശോധിച്ച് ഷുഗർ ഉണ്ട് പറഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യും. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസുലിനൊക്കെ എഴുതി തന്ന് വാങ്ങാതെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഐക്കോഫി കുടിച്ച് കൊടുത്ത് ഫസ്റ്റ് ഐക്കോഫിയാണ് കൊടുത്തത്. ഗുളികയും ഇൻസുലിനൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഡോക്ടർ ഒന്നും എഴുതി തന്നില്ല. സംഭവം ഞങ്ങൾ വാങ്ങിയില്ല. ഡിസ്ചാർജ് ചെയ്ത് കിട്ടുന്നവരെ ഞങ്ങൾ അങ്ങനെ നിന്ന് വാങ്ങാന്നും പറഞ്ഞിട്ട് ഡിസ്ചാർജ് ബില്ല് കൈ തന്നപ്പോ ഞങ്ങളൊന്നും വാങ്ങാതെ പോകുന്നു. ഐക്കോഫി വീട്ടിൽ വന്നിട്ട് കൊടുത്ത് ഉമ്മക്ക് നല്ല മാറ്റം വന്നു. ആ ഒരു ഐക്കോഫി കഴിച്ച ഇതിലാണ് ഗൾഫിലേക്കൊക്കെ പോയത്. അല്ലാതെ മറ്റേ ഡൗൺ ആയി കിടപ്പായിരുന്നു. അതൊക്കെ കഴിച്ച അതിന്റെ ഒരു ഉഷാറിലാണ് ഗൾഫിലേക്ക് പോയത്. ഗൾഫിൽ പോയത് എന്തിനാ? അവിടെ ഉമ്മാന്റെ മരുള് പ്രസവിച്ചെടുക്കണ്ടായിരുന്നു. അവിടെ നോക്കാനും അങ്ങനെ പോയത്. ഒരു കുഴപ്പമില്ല. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ നിങ്ങൾക്ക് ഐക്കോഫി ബാക്കിയുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും? ഐക്കോഫി നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് പറഞ്ഞിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും
എല്ലാവർക്കും നല്ലതാണ് ഐ കോഫി ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പം ഡയബറ്റിക് മൂലം ഡയബറ്റിക് ബാലൻസ് ചെയ്യാനും അതേപോലെ തന്നെ ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻസ് മൂലം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ധൈര്യപൂർവ്വം ഐ കോഫി ഉപയോഗിക്കാം. ഐ കോഫി എല്ലാ ആളുകൾക്കും നല്ലതാണ്. ഇപ്പം ക്ഷീണത്തിനാണെങ്കിലും ഇതുപോലുള്ള കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ടുകൾക്കാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആണ് ഐ കോഫി. അപ്പം എല്ലാ ആളുകളും എന്താക്കാം, ഐ കോഫി വാങ്ങി ഉപയോഗിക്കാം.